ADGP അജിത് കുമാറിനും സംഘത്തിനും പൂട്ട് വീണു. കേരളത്തിലെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട MLA AD തോമസ്, അദ്ദേഹം KSU ജില്ലാ പ്രസിഡൻ്റായിരുന്നു. കൂടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അജയ ജൂവൽ തോമസും. ഇവർ രണ്ടുപേരും 2023 മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നവകേരള യാത്ര വരുന്ന സമയത്ത് അദ്ദേഹം ബസ്സിലായിരുന്നു. അറിയാമല്ലോ, നമുക്കൊരു ബസ്, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ ഒരു ബസ് ഉണ്ടാക്കിയവരും കോടിക്കണക്കിന് രൂപ ചിലവാക്കിയ ഒരു ബസ്, അതിന് എസ്കോർട്ട് ചെയ്തു വന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തിൻ്റെ ഗൺമാനും കൂടെ 4 പേരും, അവർ ലാത്തി പോലെ ഏതോ നീളമുള്ള വടി കൊണ്ട് ഇറങ്ങി ഈ യൂത്ത് കോൺഗ്രസ് 2 പേരെ അടിക്കുന്ന രംഗം കേരള മനസാക്ഷിയെ രക്ഷിച്ചതാണ്. നമ്മളെല്ലാം, കേരളത്തിലെ മൊത്തം ജനങ്ങൾ അത് കണ്ടു. ജയ്ഹിന്ദിലൊരു ഫോട്ടോഗ്രാഫറായിരുന്നു അത് ഷൂട്ട് ചെയ്തത്. അതിദാരുണമായി ക്രൂരമായി 2 ചെറുപ്പക്കാരെ ഈ ഗുണ്ടകൾ നീളമുള്ള ലാത്തി പോലെ നീളമുള്ള വടി കൊണ്ട് അടിക്കുന്ന രംഗം, അതെല്ലാം നമ്മുടെ മനസ്സിൽ ഇന്നും കിടക്കുന്നു. ഇതിനെതിരായി അവർ കൊടുത്ത പരാതിയിൽ കഴമ്പില്ല എന്നാണ് അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർ അവസാനമായി പറഞ്ഞു വച്ചത്. അവരാരും ഈ അടിക്കുന്ന കണ്ടില്ല. കേരളത്തിലെ ഏകദേശം 3 കോടി ചില്ലുവാനും ജനങ്ങൾ ഇത് കണ്ടു. ഈ 2-3-4 പിണറായി ഭക്തന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടില്ല. ആലപ്പുഴയിലെ SHO അദ്ദേഹം ഈ കേസ് അന്വേഷണം കൃത്യമായി നടത്തി. അടിക്കുന്ന നിരപരാധികളെ അടിക്കുന്നത് കണ്ടു. അവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. അതിന് സാക്ഷികളും അത് പറയുന്നുണ്ട്. ആലപ്പുഴയിലെ അന്നത്തെ SHO അരുൺ, അദ്ദേഹം സത്യസന്ധമായി കേസ് ഡയറി എഴുതി. അത് ഇവർക്ക് ഗുണകരമല്ല, അത് സത്യം വെളിയിലോട്ട് വരും എന്ന് കണക്കാക്കി അദ്ദേഹത്തിനെ അവിടെ നിന്ന് മാറ്റി പകരം തോംസൺ എന്ന SHO അവിടെ പോസ്റ്റ് ചെയ്തു. തോംസനും ഈ കേസിൻ്റെ സത്യസ്ഥിതി മനസ്സിലായതുകൊണ്ട് സത്യസ്ഥിതി തന്നെ കേസ് ഡയറിയിൽ എഴുതി. 2 പേരും സത്യം എന്താണ് എന്ന് കേസ് ഡയറിയിൽ എഴുതുകയും സാക്ഷികളുടെ നോട്ടുകൾ അതേപടി അവർ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ADGP അജിത് കുമാർ, ഇദ്ദേഹത്തിന് ഇവരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി കേസ് ഡയറി മാറ്റാൻ ആവശ്യപ്പെട്ടു. അത് അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എങ്കിലും അവരെ 2 പേരെ ആ സ്ഥാനത്തുനിന്ന് മാറ്റി പഴയ കേസ് ഡയറി അത് വിജയൻ എന്ന ജില്ലാ ക്രൈംബ്രാഞ്ച് DGSP അദ്ദേഹം അത് ADGP പറഞ്ഞതുപോലെ തിരുത്തി എഴുതി ഒരു കേസ് ഡയറി ഉണ്ടാക്കി. അതിൻ്റെ കുറ്റച്ചാർജ് കോടതി കൊടുത്തപ്പം അടിച്ചിട്ടില്ല എന്ന് കണക്കാക്കി തന്നെയാണ് അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് അവർ കൊടുത്തത്. അത് കോടതിയിലെ പ്രതികൾ ഹാജരായപ്പം ഈ CCTV ദൃശ്യം കോടതിയിൽ ഹാജരാക്കി. അത് ഇലക്ട്രോണിക് റെക്കോർഡാണ്, ഡോക്യുമെൻ്ററി റെക്കോർഡാണ്. അത് അവിടുത്തെ കോടതിയിൽ ഹാജരാക്കിയപ്പം സത്യം ഇതാണ് എന്ന് കോടതിക്ക് മനസ്സിലായി. ആ ഫാക്ച്വൽ റിപ്പോർട്ട് ഇവർ കുറ്റക്കാരല്ല എന്നുള്ള കോടതി സ്വീകരിച്ചില്ല. അതിനുശേഷം കോടതി കേസ് സത്യസന്ധമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞ് തിരികെ കൊടുത്തു. ഏതായാലും കേസ് ഡയറി കൃത്യമായി സത്യം എഴുതിയത് മാറ്റിയിട്ട് പകരം കേസ് ഡയറി എഴുതുകയും സാക്ഷികളോട്ട് മാറ്റി എഴുതുകയും ഇവരടിച്ചില്ല, ഈ 5 മഹാന്മാരെ അടിച്ചില്ല എന്നുള്ള രീതിയിലൊരു കുറ്റച്ചാർജാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് സംബന്ധിക്കുന്ന ചില രേഖകളുടെ ഫോട്ടോസ്റ്റാറ്റ് അത് SHO അരുണും അതുപോലെ തന്നെ തോംസനും കൃത്യമായി അവരെഴുതിയ കേസ് ഡയറിയുടെ ഫോട്ടോസ്റ്റാറ്റ് കൈവശപ്പെടുത്തി അത് അവർ ഗോപ്യമായി സൂക്ഷിച്ചു. അതോടൊപ്പം പുതിയതായി എഴുതിയ കേസ് ഡയറിയുടെ വിവരങ്ങളും അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റും അവരുടെ കയ്യിലുണ്ട്. തിരുവനന്തപുരത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ADGP അജിത് കുമാർ ഇവരെ വിളിച്ചു വരുത്തി. അദ്ദേഹത്തിനൊപ്പം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ 2 AIGമാരും ഉണ്ടായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ആ 2 AIGമാരും ഇതിനകത്ത് കുറ്റക്കാരാണ്. ആലപ്പുഴയിലെ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP വിജയൻ, അദ്ദേഹം ഇതിനെ വെള്ളപൂശി കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ADGP പറഞ്ഞ പോലെ കേസ് ഡയറിയിൽ എഴുതി കൊടുത്തത്
വിജയൻ എന്ന ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ആണ് എന്നാണ് കാണുന്നത്. ഏതായാലും ഇപ്പോഴേ ആ കേസുകൾ അന്വേഷിക്കാൻ സത്യസന്ധനായ കേരളത്തിലെ 2-3 ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി പുതിയ ഗവൺമെൻറ്. ആഭ്യന്തര വകുപ്പ് അതിന് ഉത്തരവിട്ടു. അവിടെ കേരളത്തിൽ അറിയപ്പെടുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായ ഷൗക്കത്ത് അലിയെയും അതുപോലെ തന്നെ ബിജു പൗലോസിനെയും ഈ കേസിൻ്റെ അന്വേഷണം ഏൽപ്പിക്കുകയുണ്ടായി. അവരുടെ കൂടെ സത്യസന്ധമായി അന്വേഷണം ചാരുതയുള്ള 2-4 CIമാരെ SIമാരെയും കൊടുത്തിട്ടുണ്ട്. ബൈജു പൗലോസിനെ സഹായിക്കാനായിട്ട് ദിലീപ് എന്ന ഒരു CI ടോൾസനും SI ജയകൃഷ്ണൻ, ദീനദയാൽ മല്ലൻ, അതുപോലെ തന്നെ അമൃതരാജ്, ഇവരെല്ലാവരും ഈ കേസിൻ്റെ അന്വേഷണത്തിൽ സഹകരിക്കുന്നവരാണ്. SP ഷൗക്കത്ത് അലിയെ നമുക്കറിയാം. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. സത്യസന്ധനാണ്, ഭയം ലേശമില്ല. ഏത് ഗവൺമെൻറ് വന്നാലും സത്യം വിട്ടും മാറില്ല ഇവരാരും. അതുകൊണ്ട് ഷൗക്കത്ത് അലിയെ തന്നെ ഈ കേസിൻ്റെ അന്വേഷണം ഏൽപ്പിച്ചു. ഈ കേസിൻ്റെ തുടക്കത്തിൽ ആലപ്പുഴ SP ആയിരുന്ന ചൈത്ര തെരേസ ജോസഫ് അവരായിരുന്നു അന്ന് ആലപ്പുഴയിലെ SP. അവർ സത്യസന്ധമായൊരു റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു, ADGPക്ക് കൊടുത്തു. ചൈത്ര തെരേസയെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോൾ അവർ കാസർഗോഡുണ്ട്. വളരെ ബോൾഡായിട്ട് ഏത് കേസും അന്വേഷിക്കുകയും സത്യം അതേപടി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു IPS ഉദ്യോഗസ്ഥയാണ് ചൈത്ര തെരേസ ജോൺ. അവർ കൃത്യമായ അറിവ് ഈ കേസുണ്ട്. CCTV ദൃശ്യം അവർ കണ്ടു. എല്ലാ സംഭവങ്ങളും അവർ മനസ്സിലാക്കി. സ്പോട്ട് സന്ദർശിച്ചു. കേസിൻ്റെ അന്വേഷണം മികവുറ്റതായി മുന്നോട്ട് കൊണ്ടുപോയപ്പം അവരെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു. അതിൻ്റെയൊക്കെ പിന്നിൽ ADGP ആണ് എന്നിപ്പം മനസ്സിലായി. ആ കേസ് ഡയറി തിരുത്തിയതും അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് പൂട്ട് വീണു. അദ്ദേഹം ഈ രീതിയിലുള്ള പല കേസുകളിനകത്ത് അമിതമായി ഇടപെടുകയും അത് സത്യവും നീതിയും വിട്ട് സഞ്ചരിക്കുകയും ചെയ്തൊരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യും, അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേസ് ഡയറി തിരുത്തി എഴുതിയ ഉദ്യോഗസ്ഥൻ്റെ കൈപ്പട ആരാണ് അവരെല്ലാം ഇതിനകത്ത് പ്രതിയാവും. DYSP വിജയനും അതിനകത്ത് തീർച്ചയായിട്ടും പ്രതിസ്ഥാനത്തേക്ക് വരും. അതുപോലെ തന്നെ ഈ കേസ് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ആ അടികൊണ്ട അവർ രണ്ടുപേരും കൊടുത്ത ചില പരാതികളും ചില റെക്കോർഡുകളൊക്കെ ഉണ്ട് ഈ കേസ് ഡയറിയുടെ ഒപ്പം. അതിൽ തോമസ് നമുക്കറിയാം, AD തോമസ് KSU ജില്ലാ പ്രസിഡൻറ്റ്. അദ്ദേഹത്തിനെ അടിക്കുന്ന അടിയെല്ലാം നമ്മൾ കണ്ടു. യൂത്ത് കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിനുള്ള അടി വീഴുന്നതൊക്കെ നമ്മൾ കണ്ടു. അവർ തടയാൻ നോക്കി. അവരെ അവിടുത്തെ SHOയും അവിടുത്തെ പോലീസുകാരും 5-6 പേരുണ്ട്. ഈ 2 കുട്ടികളാണ് അവർ ഭീകരമായിട്ട് മർദ്ദിച്ചത്. അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അത് തടയാനുമൊക്കെ അവിടുത്തെ SHOയും പോലീസുകാരും ശ്രമിക്കുന്നതും ഈ കൂടെ നമുക്ക് കാണാം. അതുകൊണ്ട് ഈ കേസിനകത്ത് ഉള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് ഇന്ത്യൻ പീനൽ കോഡിലെ ചില വകുപ്പുകൾ അത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ. കാരണം പോലീസ് ഉദ്യോഗസ്ഥരായാലും ആരായാലും ശരി, അതിനകത്ത് 115, 323 പഴയ IPC, 324 പഴയ IPC, 326 പഴയ IPC, 307 പഴയ IPC എന്ന് പറഞ്ഞാൽ 115, 118, 109 എന്നീ BNS വകുപ്പുകൾ വരും. അതിനകത്ത് 3 വർഷവും 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ്. അപ്പോൾ ആ കാര്യത്തിനൊന്നും മാറ്റമില്ല. ഇവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്താലും ശരി ഇവർക്കെല്ലാം ശിക്ഷ ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിനകത്ത് ഫോൾസിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ് വന്നു കഴിഞ്ഞു. 464 IPC, 335 BNS, 418 അല്ലെങ്കിൽ 318 BNS ഇതിനകത്ത് വരും. തെളിവ് നശിപ്പിച്ച കാര്യങ്ങളൊക്കെ 201 IPC ഉള്ളത് 238 BNSും വരും. ഏതായാലും ഇതിനകത്ത് 196, 192 ഈ വകുപ്പുകളിലൂടെ കയറിയേ പറ്റുള്ളൂ. കാരണം 196 യൂസിങ് എവിഡൻസ് ടു ബി ഫോഴ്സ്, അതാണ്. അങ്ങനെയുള്ള എവിഡൻസ് ഇവർ ചേർത്തിട്ടുണ്ട്. 233 BNS. പൊതുവെ നോക്കിക്കഴിയുമ്പം ഈ സാക്ഷികളില്ലെങ്കിൽ തന്നെയും ഡോക്യുമെൻ്ററി എവിഡൻസ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട്
ഡോക്യുമെൻ്ററി എവിഡൻസ് മാത്രമല്ല, ഡിജിറ്റൽ എവിഡൻസ് സത്യം വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാർ സേവനം അവർ കാക്ക പിടിക്കാനൊക്കെ നടന്നാലും ഇതുപോലെയുള്ള പണികൾ വരുമെന്ന് ഇവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാതെ പോയല്ലോ. IPS കിട്ടിയ ADGP ഈ രീതിയിൽ എങ്ങനെയാണ് പെരുമാറുന്നത്? നിയമത്തെ പറ്റി യാതൊരു ഗ്രാഹ്യവും അദ്ദേഹത്തിനില്ല. വേറെ പല കേസുകളും അദ്ദേഹം ഇതുപോലെ ഇൻവോൾവ് ചെയ്തിട്ട് ഇനി വരുന്നുണ്ട് ഒന്നിൻ്റെ പുറകെ ഒന്നായി. അതുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് ഷൗക്കത്ത് അലിയും സംഘവും കൊടുത്തു കഴിഞ്ഞു ഗവൺമെൻറ്റിൽ. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണം. പഴയ കേസ് ഡയറിയും പുതിയ കേസ് ഡയറിയൊക്കെ പിടിച്ചെടുക്കണം, ഇവരെ ചോദ്യം ചെയ്യണം, ഇവരെ അറസ്റ്റ് ചെയ്യണം. ആ തൊണ്ടി സാധനങ്ങളായിട്ട് ആ ലാത്തി പോലെ നീണ്ട വടികൾ റിക്കവർ ചെയ്യണം. ധാരാളം കാര്യങ്ങൾ അക്കാര്യത്തിൽ ചെയ്യാനുണ്ട്. അത് തന്നെയല്ല, അടി കൊണ്ടിട്ട് അവരുടെ മുഖത്തൊക്കെ രക്തം ചിതറി ഒഴുകി വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എത്ര ക്രൂരമായ, ഇവരൊക്കെ മനുഷ്യരാണോ ഈ ഗൺമാന്മാരെന്ന് സംശയിക്കുന്നത്? അത് മുഖ്യമന്ത്രിയുടെ ജീവൻ എന്തെങ്കിലും അപകടം വന്നാൽ അത് സംരക്ഷിക്കാനുള്ളവർ ലോ ആൻഡ് ഓർഡർ SHOയുടെ ജോലി ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ്. റോഡിൽ കണ്ടവരെല്ലാം അടിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനകത്ത് സുപ്രീം കോടതി അടുത്ത ദിവസം ഒരു കാര്യം പറഞ്ഞു. അതിനകത്ത് അവർ പഞ്ചാബിലെ ഒരു DYSPക്കെതിരായി മാടമ്പിത്തരമാണ് അയാൾ കാണിച്ചതെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇതൊരു മാടമ്പിത്തരമല്ലേ ഈ കാണിച്ചതെല്ലാം? മുഖ്യമന്ത്രിയുടെ കൂടെ പോയവരെല്ലാം കാണിച്ചിരിക്കുന്ന മാടമ്പിത്തരമാണോ? പോലീസിൻ്റെ ഒരു യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അവർ പഞ്ചാബിലെ ആ കേസിൻ്റെ കാര്യം ഞാൻ അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. അടുത്ത ദിവസം തന്നെ സുപ്രീം കോടതി ആ കാര്യം പറയുകയും ചെയ്തു. കാരണം മാടമ്പിത്തരം കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും പോലീസിൽ സ്ഥാനമില്ല, അവർ ക്രിമിനലായിട്ട് കണക്കാക്കുകയുള്ളെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അടുത്ത ദിവസം നമുക്ക് ഈ സീനിയർ ഉദ്യോഗസ്ഥനെയും മറ്റൊരുവരൊക്കെ അറസ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയോടെ കാണേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനകത്ത് യാതൊരു ദയയും അറിയിക്കുന്നില്ല. അവരത്ര ക്രൂരമായ ഭീകരമായ ഒരു മർദ്ദനം ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ സത്യത്തിനെതിരായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും നീങ്ങാൻ കഴിയില്ല, കോടതിക്ക് നീങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഇവരൊക്കെ ഈ കേസിൽ ശിക്ഷ അനുഭവിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.